ഇന്ന് സെപ്റ്റംബർ 12 മലയാളം ഡബ് സിനിമാ സീരീസുകളുടെ OTT അപ്ഡേറ്റുകളടക്കം ഈ ആഴ്ചയിലെ OTT റിലീസുകളും പ്രധാനപ്പെട്ട സിനിമകളുടെ OTT അപ്ഡേറ്റുകളുമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമയാണ് നുണക്കുയ് എന്ന ക്രൈം കോമഡി ഗണത്തിൽപ്പെടുന്ന ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, വിമല രാമൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച് ബോക്സ് ഓഫീസിൽ വിജയിച്ച് ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ മലയാളം സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 13 ZEE5 മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സൂരജ് തോമസ് സംവിധാനം ചെയ്ത് ഈ വർഷം തിയേറ്ററിലേക്ക് എത്തിയ കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് വിശേഷം. സിനിമ ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും മലയാളം ഭാഷയിൽ കാണാവുന്നതാണ്. ബ്രില്യന്റ് ക്ലാസ് 8 എന്ന റൊമാന്റിക് മ്യൂസിക്കൽ ഡ്രാമ ചൈനീസ് സീരീസിന്റെ മലയാളം ഡബ്ഡ് വേർഷൻ നാളെ വൈകിട്ട് 6 മണിയോടെ സൈന പ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു മലയാളം ഡബ്ഡ് കന്നഡ സിനിമയാണ്. ദുന്യ വിജയ് നായകനാകുന്ന മിക്സഡും മികച്ചതും അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ആക്ഷൻ ത്രില്ലർ കന്നഡ സിനിമയാണ് ഭീമ. ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, തെലുങ്ക്, തമിഴ് ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റൈഡ് എന്ന ഹിന്ദി സിനിമയുടെ റീമേക്ക് ആയിട്ട് വരുന്ന മിസ്റ്റർ ബച്ചൻ എന്ന രവി തേജ നായകനാകുന്ന മോശം അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ആക്ഷൻ ത്രില്ലർ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വൈഭവ് റെഡ്ഡി നായകനാകുന്ന തെലുങ്കിൽ നിന്നുമുള്ള ഡ്രാമാറ്റിക് സീരീസ് ആണ് ബെഞ്ച് ലൈഫ്. സീരീസ് സോണി ലിവിലൂടെ ഇന്ന് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി എന്നീ 7 ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സീരീസ് മൊത്തത്തിൽ 5 എപ്പിസോഡാണുള്ളത്. തമിഴിൽ നിന്നുമുള്ള ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സീരീസ് ആണ് ഗോളിസോഡ റൈസിംഗ്. സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സെപ്റ്റംബർ 13 മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ആസിഫ് അലി, ബിജു മേനോൻ കോംബോയിലെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമ തലവൻ സോണി ലിവിലൂടെ മലയാളം കൂടാതെ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റും തിയേറ്ററിൽ വിജയിച്ച് മികച്ച അഭിപ്രായം നേടിയിട്ടുള്ള ഡിമോണ്ട് കോളനി 2 എന്ന തമിഴ് ഹൊറർ ത്രില്ലർ സിനിമ ZEE5 സെപ്റ്റംബർ 27 OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മലയാളം ഭാഷയിലും കൂടെ OTT റിലീസ് ഉണ്ടായേക്കാവുന്നതാണ്. നാനി നായകനാകുന്ന മിക്സഡും മികച്ചതും അഭിപ്രായം നേടിയിട്ടുള്ള തെലുങ്ക് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ശരിപ്പോത ശനിവാരം. സിനിമ സെപ്റ്റംബർ 26 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. ഒഫീഷ്യൽ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കാം. തളപതി വിജയ് നായകനാകുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ദ ഗോട്ട് എന്ന 350 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമ തിയേറ്റർ റിലീസിന് ശേഷം 1 മാസത്തിന് ശേഷം ഒക്ടോബർ ആദ്യ ആഴ്ചയിൽ തന്നെ OTT റിലീസ് ചെയ്യാനാണ് സാധ്യത. പാർത്ഥിപൻ മികച്ച വേഷത്തിലെത്തുന്ന ടീൻസ് എന്ന തമിഴ് അഡ്വഞ്ചർ ത്രില്ലർ സിനിമ ഇന്ന് വൈകിട്ട് ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ കീർത്തി സുരേഷ് നായകനാകുന്ന പൊളിറ്റിക്കൽ കോമഡി തമിഴ് സിനിമയാണ് രഘുത്താത്ത. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 13 ZEE5 തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ബഡ്ഡി ഡ്രാമ തമിഴ് സിനിമയാണ് നൻപാൻ ഒരുവൻ വന്ത പിറക്. ഈ സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 13 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ വർഷം തിയേറ്ററിൽ വലിയ വിജയം കരസ്ഥമാക്കിയ ബോളിവുഡിലെ മറ്റൊരു സിനിമയാണ് സ്ത്രീ 2. 750 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ഈ ഹൊറർ കോമഡി സിനിമ ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ട് പ്രകാരം സിനിമ സെപ്റ്റംബർ 27 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ്. ഹിന്ദി ക്രൈം ത്രില്ലർ സിനിമ സെക്ടർ 36 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 13 തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ബെർലിൻ എന്ന ബോളിവുഡ് ത്രില്ലർ ഡ്രാമ സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 13 ZEE5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. മറ്റ് ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. നവാസുദ്ദീൻ സിദ്ദീഖ് നായകനാകുന്ന അദ്ഭുത് എന്ന ഡയറക്ട് TV റിലീസായി എത്തുന്ന ഹിന്ദി ഹൊറർ ത്രില്ലർ സിനിമ സെപ്റ്റംബർ 15 ഞായറാഴ്ച രാത്രി 8 മണിയോടെ സോണി മാക്സിലൂടെ ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു ഹിന്ദി ഡ്രാമാറ്റിക് സീരീസ് ആണ് കൽബാലി റെക്കോർഡ്സ്. ഇന്ന് ജിയോ സിനിമാസിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് തെലുങ്ക് സിനിമകളുടെ അപ്ഡേറ്റ് ആണ്. കമ്മിറ്റി കുറാലു എന്ന വില്ലേജ് ഡ്രാമ തെലുങ്ക് സിനിമ ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തതും വില്ലേജ് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ് ബാലോഗാരി ടോക്കീസ്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 13 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. റൊമാന്റിക് ഡ്രാമ ഗണത്തിൽപ്പെടുന്ന പരക്ക് രാമൻ എന്ന തെലുങ്ക് സിനിമ നാളെ രാത്രി 12 മണിക്ക് ശേഷം സെപ്റ്റംബർ 14 ആഹാ തെലുങ്കിലൂടെ OTT റിലീസ് ചെയ്യും. സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്യുക. ഇന്ന് മലയാളം ഭാഷയിലടക്കം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന ഒഫീഷ്യൽ റിപ്പോർട്ട് ഉണ്ടായിരുന്ന തെലുങ്ക് റൊമാന്റിക് കോമഡി സിനിമയാണ് ആയി. എന്നാൽ സിനിമ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ മലയാളം വേർഷൻ ഒരാഴ്ചക്കുള്ളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. മെഗാൻ ഫോക്സ് കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് സബ് സർവീസ്. സിനിമ നാളെ സെപ്റ്റംബർ 13 രാവിലെ 10 മണിയോടെ ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കൊറിയൻ ആക്ഷൻ അഡ്വഞ്ചർ കോമഡി സിനിമയാണ് ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ്. സിനിമ സെപ്റ്റംബർ 13 നാളെ ഉച്ച
ഉച്ചയ്ക്ക് 1:30 മുമ്പായിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ കൊറിയൻ ഭാഷയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്യുന്നതാണ്. ഉഗ്ലീസ് എന്ന ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ അഡ്വഞ്ചർ സിനിമ നാളെ സെപ്റ്റംബർ 13 ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സ്പോർട്സ് ഡ്രാമ പോളിഷ് സിനിമയാണ് ബോക്സർ. സിനിമ ഇപ്പം മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, പോളിഷ് ഭാഷകളിൽ കാണാവുന്നതാണ്. എമിലി ഇൻ പാരീസ് എന്ന ഇംഗ്ലീഷ് റൊമാൻറ്റിക് ഡ്രാമ സീരീസിന്റെ 4ാമത്തെ സീസന്റെ പാർട്ട് 2 5 എപ്പിസോഡാണുള്ളത്. എല്ലാ 5 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു തുർക്കിഷ് സീരീസ് ആണ് മിഡ് നൈറ്റ് അറ്റ് ദ പേര പാലസ്. പൊളിറ്റിക്കൽ, റൊമാൻറ്റിക്, മിസ്റ്ററി, ടൈം ട്രാവൽ ഗണത്തിൽപ്പെടുന്ന ഈ സീരീസിന്റെ 2ാമത്തെ സീസന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, തുർക്കിഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ പുതിയ നോർവേൻ കോമഡി ഡ്രാമ സീരീസ് ആണ് ബില്യണയർ ഐലൻഡ്. സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, നോർവേൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദ ഓൾഡ് മാൻ എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ ഡ്രാമ സീരീസിന്റെ 2ാമത്തെ സീസന്റെ ആദ്യ 2 എപ്പിസോഡ് നാളെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സീരീസിന്റെ ബാക്കി 6 എപ്പിസോഡ് ഓരോന്നായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും OTT റിലീസ് ചെയ്യും. 2015 റിലീസ് ചെയ്ത കൊറിയൻ അഡ്വഞ്ചർ ബയോഗ്രഫിക്കൽ സിനിമയാണ് ദ ഹിമാലയാസ്. ഈ ആഴ്ച ജിയോ സിനിമാസിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആർ യു ദ വൺ എന്ന ചൈനീസ് റൊമാൻറ്റിക് ഡ്രാമ സീരീസിന്റെ 1ാമത്തെ സീസന്റെ 40 എപ്പിസോഡ് ഇംഗ്ലീഷ് ഭാഷയിൽ VTVയിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2017 റിലീസ് ചെയ്ത ഇൻ ടു ദ വേൾഡ് അഗെയിൻ എന്ന കൊറിയൻ ഫാന്റസി റൊമാൻറ്റിക് കോമഡി സീരീസിന്റെ 1ാമത്തെ സീസന്റെ എല്ലാ 20 എപ്പിസോഡുകളും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. 2013 ഇറങ്ങിയ സ്റ്റീൽ മൈ ഹെർട്ട് എന്ന കൊറിയൻ റൊമാൻറ്റിക് ക്രൈം ഡ്രാമ സിനിമയും 2019 റിലീസ് ചെയ്ത ഡോൺലി നായകനാകുന്ന സ്റ്റാർട്ടപ്പ് എന്ന ആക്ഷൻ കോമഡി ഡ്രാമ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ മിനി ടിവിയിലൂടെയും തമിഴ്, തെലുങ്ക്, ഹിന്ദി, കൊറിയൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്.